ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് മെലാസ്മ അഥവാ കരിമംഗലം. നമ്മുടെ കവിൾത്തടങ്ങളിലും താടിയിലുമായി ഇരുണ്ട നിറത്തിൽ അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ പാടുകൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് മെലാസ്മ. ഇതുണ്ടാകാൻ പല കാരണങ്ങളുമുണ്ട്. പ്രധാനമായും സൂര്യപ്രകാശം അമിതമായി ഏൽക്കുന്ന സ്ഥലങ്ങളിലാണ് മെലാസ്മ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണവും മെലാസ്മ എന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഗർഭനിരോധനത്തിന് വേണ്ടി കഴിക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ്സുകളുടെ അമിത ഉപയോഗം കാരണമായും മെലാസ്മ രൂപപ്പെടാറുണ്ട്. അതുപോലെയാണ് നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും നമുക്ക് വിനയായി വരാറുണ്ട്. ഇതും മെലാസ്മയിലോട്ട് നയിക്കാറുണ്ട്. മെലാസ്മ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക, സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ വൈറ്റമിൻ ഇ അടങ്ങിയ നട്ട്സ് ധാരാളമായി കഴിക്കുക. അതുപോലെ സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കുക. പുറത്തിറങ്ങുമ്പോൾ SPF50 ഉള്ള സൺസ്ക്രീനുകൾ മാത്രം ഉപയോഗിക്കുക. ഓറൽ കോൺട്രാസെപ്റ്റീവുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുൻപായി പാച്ച് ടെസ്റ്റ് ചെയ്തു നോക്കുക. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തോ ചെവിയുടെ പുറകിലോ ആയി തേച്ചതിന് ശേഷം 3 ദിവസം നിരീക്ഷിക്കുക. ഒരു അലർജിയും ഇല്ല എന്ന് കണ്ടാൽ മാത്രം മുഖത്ത് ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.